ശ്രീ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് പുറകോട്ടുപോയി സ്വകാര്യവൽക്കരണ നടപടികളുമായാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബജറ്റ് പ്രഖ്യാപനങ്ങളെല്ലാം ആ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഈ കേരളത്തിൽ നൽകിയ വാഗ്ദാനം ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നാണ്. തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്ന് ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചുവെങ്കിലും ആ നിലയിലുള്ള നടപടികൾ ഉണ്ടായില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2016 മെയ് മാസം 25-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അന്ന് തന്നെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം അതുവരെ ഉണ്ടായിരുന്ന 600 രൂപ പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. സർ, 66% വർധനവാണ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ ദിവസം നടത്തിയിട്ടുള്ളത്. തുടർന്ന് ക്ഷേമ പെൻഷനുകൾ ക്രമാനുഗതമായി വർധനവ് വരുത്തി. 10 വർഷത്തെ ഭരണത്തിനിടയിൽ 2025 ഒക്ടോബർ മാസം 29-ാം തീയതി 2000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചു. 1980-ലാണ് കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് ഒരു ക്ഷേമ പെൻഷൻ നടപ്പിലായത്. 1980 45 രൂപയായിരുന്നു പെൻഷൻ. 80 തൊട്ട് 2025 വരെ കൂട്ടിയാൽ 45 വർഷം പൂർത്തിയായി പെൻഷൻ നടപ്പിലായിട്ട്. ഈ 45 വർഷത്തിൽ 25 വർഷക്കാലം LDF സർക്കാരുകളും 20 വർഷക്കാലം UDF സർക്കാരുകളുമാണ് കേരളം ഭരിച്ചത്. 45 രൂപ 2000 രൂപയായി വർദ്ധിച്ചതിൽ 25 വർഷക്കാലം ഭരിച്ച LDF സർക്കാരുകൾ 1900 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. 20 വർഷക്കാലം ഭരിച്ച UDF സർക്കാർ 100 രൂപയുടെ വർധനവാണ് വരുത്തിയത്. സർ, 25-ഉം 20-ഉം 25 വർഷവും 20 വർഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ 1900 രൂപയും 100 രൂപയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സർ, ഈ നിലയിലുള്ള സമീപനമാണ് ക്ഷേമ പദ്ധതികളോട് UDF സർക്കാരുകൾ സ്വീകരിക്കുന്നത് എന്നതാണ് സർ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് തണലൊരുക്കിയ സർക്കാരായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. 2017 മെയ് മാസം 23-ാം തീയതിയാണ് കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചത്. ആ 2017 മെയ് 23 മുതലുള്ള ഏതാണ്ട് 9 കൊല്ലക്കാലത്തിനിടയിൽ 6,08,745 ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് അനുവദിച്ചിട്ടുണ്ട് സാർ. 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി കണക്കെടുത്തപ്പോൾ അതിൽ 5,381 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് സാർ. എന്നാൽ 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കേരളത്തിൽ അനുവദിച്ച വീടുകളുടെ എണ്ണം വെറും 5,500-ൽ താഴെയാണ് സർ. 2016 ആ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് 2016 ഫെബ്രുവരി മാസം 24-ാം തീയതി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയപ്പോൾ അന്ന് നൽകിയ മറുപടിയിൽ 5,500-ൽ താഴെ വീടുകളാണ് 5 വർഷക്കാലം കൊണ്ട് അനുവദിച്ചത്. സർ, ഈ 9 വർഷക്കാലം കൊണ്ട് 6,08,745 പേർക്ക് വീട് അനുവദിച്ച് ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകളുടെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി താമസം തുടങ്ങിയ കാര്യം, ആ പദ്ധതിയെക്കുറിച്ച് ഈ ബഡ്ജറ്റിൽ ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല. ഇപ്പോൾ 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. ഈ കേരളത്തിലെ ഭൂരഹിതരെ സഹായിക്കാനല്ല സർ, ബഡ്ജറ്റിൽ തന്നെ പറയുന്നത് വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടി ഭൂപരിഷ്കരണ നിയമം പരിഷ്കരിക്കും, കാലോചിതമായ മാറ്റം വരുത്തുമെന്നാണ് പറയുന്നത്. 1957 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ കേരളത്തിൽ ആ സമയത്ത് ജന്മിവാഴ്ച കൊടികുത്തി വാഴുകയായിരുന്നു. കേരളത്തിൽ അന്ന് 1957 9% കുടുംബങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. 91% കുടുംബങ്ങൾ മരിച്ചാൽ
അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത 91% കുടുംബങ്ങളുമായാണ് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരമേറ്റത്. ആ സർക്കാർ കൊണ്ടുവന്ന കുടിയിറക്ക് നിരോധന നിയമവും തുടർന്ന് ഭൂപരിഷ്കരണ നിയമവും എല്ലാം വഴി ഇന്ന് 2026 കേരളത്തിലെ ഭൂമി സ്വന്തമായുള്ള കുടുംബങ്ങളുടെ എണ്ണം 97% സാർ. അങ്ങനെ ഭൂരഹിതർക്കും കർഷക തൊഴിലാളികൾക്കുമെല്ലാം ഭൂമി വിതരണം ചെയ്യാൻ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് LDF സർക്കാർ 4,56,689 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭൂരഹിതർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂമി കൊടുക്കാനല്ല ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ 2ാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുമെന്ന് പറയുന്നത്, ഭേദഗതി കൊണ്ടുവരുന്നത്. പകരം വാണിജ്യാവശ്യത്തിന് വേണ്ടി സമ്പന്നരെ, കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നടപടികളുമായാണ് മുന്നോട്ട് പോകുമെന്നാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. സർ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മറ്റന്നാൾ ആ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. BVG റാംജി എന്ന പദ്ധതി ജൂലൈ മാസം 1-ാം തീയതി രാജ്യത്ത് വരികയാണ്. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് വെച്ചതിൻ്റെ 40 അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് 60%, സംസ്ഥാന സർക്കാർ 40% ഫണ്ട് വെക്കണം എന്നാണ് വ്യവസ്ഥ. ആ കണക്ക് പ്രകാരം ബഡ്ജറ്റ് രേഖയിൽ തന്നെ പറയുന്നത് 2090 രൂപ വെക്കേണ്ടടുത്ത് 1422 രൂപയാണ് ബഡ്ജറ്റ് അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. സർ, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും അവിടെ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ 61 ഇടതുപക്ഷ MP-മാരുണ്ടായിരുന്നു അന്ന്. ആ 61 MP-മാരുടെ പിന്തുണ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA-ക്ക് നൽകുന്നതിന് മുമ്പായി ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഒരു പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ UPA മുന്നണിയെ പിന്തുണക്കാമെന്ന്. അങ്ങനെ തയ്യാറാക്കിയ പൊതുമിനിമം പരിപാടിയിൽ ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഒരു കുടുംബത്തിന് വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിൽ നൽകുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ ഗവൺമെന്റിൽ അങ്ങനെ രൂപീകരിക്കപ്പെട്ട 1-ാം UPA സർക്കാരിൽ ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയ വലിയ ഇടപെടലുകളും സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2005 അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. കോൺഗ്രസ് പാർട്ടിക്ക് 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് 4-3 ഭൂരിപക്ഷം കിട്ടിയ ലോകസഭയുണ്ടായിരുന്നു. അന്നൊന്നും നടപ്പിലാക്കാത്ത തൊഴിൽ ഉറപ്പ് നൽകുന്ന നിയമം, അതിനു മുമ്പെല്ലാം തൊഴിൽ ദാന പദ്ധതികളായിരുന്നു. എന്നാൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദഫലമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി ഇപ്പോൾ അതിന് സംസ്ഥാന വിഹിതം 40% വെക്കേണ്ട സാഹചര്യം വന്നു. എന്നിട്ടും ബഡ്ജറ്റിൽ ആ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം പോലും, അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. കൂടുതൽ സമയം ആവുന്നതോട് കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ നിലയിൽ കേരളത്തിലെ ഈ രാജ്യത്ത് രൂക്ഷമായ വിലക്കയറ്റം അനുഭവിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഗ്യാസിനുമെല്ലാം വില കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് എത്ര പണം അനുവദിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമല്ല ഈ ബഡ്ജറ്റിലൂടെ. അതുപോലെ കൃഷിയിലായാലും റവന്യൂ ഇതിലായാലും എല്ലാറ്റിലും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് നീക്കിവെച്ച തുക അനുവദിക്കാൻ ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. സർ, ഞാൻ ചുരുക്കിയാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വകുപ്പുകളിൽ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറക്കുകയും അതേസമയം തന്നെ മുതലാളിത്ത ചൂഷണത്തിന് കേരളത്തിൽ പരവതാനി വിരിക്കുകയും ചെയ്യുന്ന UDF ഭരണത്തിന്റെ ഷോക്കേസാണ് ഈ ബഡ്ജറ്റ്. അതിനാൽ അതിൻ്റെ ഭാഗമായുള്ള ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കും.